നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് മുൻ അർജന്റീൻ താരം കൂടിയായ ഹാവിയർ മാസ്ചെറാനോ രാജിവെച്ചിരിക്കുന്നു. മറ്റൊരു കോച്ചിനെ ഇന്റർ മയാമി ആ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നു. മാസ്ചെറാനോ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പരിശീലക സ്ഥാനം വിടുന്ന കാര്യം അറിയിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫും ഇമ്മീഡിയറ്റ്ലി ഇന്റർ മയാമി വിടുന്നു. കാരണമായി അറിയിച്ചിരിക്കുന്നത് പേഴ്സണൽ റീസൺസ് ആണ്. മറ്റു വിശദീകരണങ്ങളിലേക്ക് എന്തായാലും പോയിട്ടില്ല. 67 മത്സരങ്ങളിലാണ് അദ്ദേഹം ഇന്റർ മയാമിയെ നയിച്ചത്. അതിൽ 2 കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. 67 മത്സരങ്ങൾ, 38 വിജയങ്ങൾ, 15 സമനിലകൾ, 14 തോൽവികൾ, 2 കിരീടങ്ങൾ. സോ ഇന്റർ മയാമിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് തന്നെയാണ് ഹാവിയർ മാസ്ചെറാനോ പടിയിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് താൻ ഈ ക്ലബ്ബ് വിട്ടു പോകുന്നത് പേഴ്സണൽ റീസൺ കാരണമാണ് എന്നാണ്. അതുപോലെ തന്നെ എല്ലാവരോടും അദ്ദേഹം നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്: ഐ വാണ്ട് ടു ലെറ്റ് എവറി വൺ നോ ദാറ്റ് ഫോർ പേഴ്സണൽ റീസൺ ഐ ഹാവ് ഡിസൈഡഡ് ടു എൻഡ് മൈ ടെനർ ആസ് ഹെഡ് കോച്ച് ഓഫ് ഇന്റർ മയാമി CF. ആദ്യമായും ഏറ്റവും പ്രധാനമായും ഞാൻ ക്ലബിനോട് നന്ദി പറയുകയാണ്. എന്നിൽ അവർ അർപ്പിച്ചിട്ടുള്ള ഈ ഒരു വിശ്വാസത്തിന്. എല്ലാ എംപ്ലോയീസിനും, എൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്ന എല്ലാ എംപ്ലോയീസിനും, അവരുടെ കളക്റ്റീവ് എഫേർട്ടിനും, അതുപോലെ പ്ലെയേഴ്സിനും ഈ ഒരു എക്സ്പീരിയൻസ് അൺഫോർഗറ്റബിൾ ആക്കി തീർത്തതിന് ഞാൻ അവരോട് നന്ദി പറയുകയാണ്. ഐ ഓൾസോ വാണ്ട് ടു താങ്ക് ദി ഫാൻസ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം പുതിയ കോച്ചായിട്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് വീണ്ടും ഒരു അർജന്റീനക്കാരൻ തന്നെയാണ്, ഗുയർമോ ഹൊയോസ്. അദ്ദേഹം മുൻ പ്രൊഫഷണൽ പ്ലെയറാണ്. അതുപോലെ തന്നെ കോച്ചായിട്ടും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ക്ലബ്ബിൽ അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ പറ്റിയിട്ടില്ല. ബൊളീവിയൻ ക്ലബ്ബായിട്ടുള്ള ഓറിയൻ്റെ പെട്രോളേറോയിലാണ് അദ്ദേഹം ഒടുവിൽ കോച്ചായിട്ടുണ്ടായിരുന്നത്. അവിടെ 12 മത്സരങ്ങളിൽ നിന്ന് ഒരേ ഒരു വിജയം, 4 സമനിലകൾ, 8 തോൽവികൾ. 13 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം, 4 സമനിലകൾ, 8 തോൽവികൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതത്ര പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.